പുസ്തകങ്ങളെല്ലാം വായിച്ചു കഴിഞ്ഞു, ഫോർമുലകളെല്ലാം പഠിച്ചു കഴിഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ 180 മിനിറ്റ് നീളുന്ന ആ വലിയ പോരാട്ടത്തിന് നിങ്ങൾ ശരിക്കും തയ്യാറാണെന്ന്? കീം എന്നത് വെറുതെ നിങ്ങളുടെ അറിവ് പരിശോധിക്കുന്ന ഒരു എക്സാം മാത്രമല്ല, നിങ്ങളും സമയവും തമ്മിലുള്ള 180 മിനിറ്റ് നീളുന്ന വലിയൊരു പോരാട്ടമാണത്. പലരും വിചാരിക്കും സിലബസ് മുഴുവൻ പഠിച്ചു കഴിഞ്ഞിട്ട് എക്സാമുകൾ എഴുതിയാൽ മതിയല്ലോ എന്ന്. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ദിവസം രാവിലെ ഒരു വലിയ മല ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങളോട് പറയുകയാണ് ആ മലയുടെ മുകളിലേക്ക് ട്രെക്കിംഗ് നടത്തണം എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ ആയിരിക്കുമോ? ഒരിക്കലും അല്ല. പകുതി വഴി എത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? തളർന്നു വീഴും. കാരണം ഇതിനു മുമ്പ് ട്രെക്കിംഗ് നടത്തിയിട്ടുള്ള യാതൊരു പരിചയവും നിങ്ങൾക്കില്ല. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര വലിയൊരു മലയുടെ മുകളിലേക്ക് ട്രെക്കിംഗ് നടത്താൻ കഴിയുക? അതുപോലെയാണ് കീം എക്സാം. അവിടെയാണ് മൊഡ്യൂൾ എക്സാമുകളുടെയും മോക്ക് ടെസ്റ്റുകളുടെയും പ്രസക്തി. മൊഡ്യൂൾ എക്സാമുകൾ നിങ്ങളുടെ ബേസ് സ്ട്രോങ് ആക്കാൻ നിങ്ങളെ സഹായിക്കുകയും വരാൻ പോകുന്ന മിസ്റ്റേക്കുകൾ എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കും എന്നൊരു ഐഡിയ നിങ്ങൾക്ക് തരികയും ചെയ്യും. ഇനിയാണ് നമ്മുടെ ഹീറോയുടെ എൻട്രി, മോക്ക് ടെസ്റ്റ്. ഇത് വെറും ഒരു പ്രാക്ടീസ് അല്ല, നിങ്ങളൊരു ഫൈനൽ റിഹേഴ്സലാണ്. ടൈം, ഫോക്കസ്, ഫിയർ എന്നീ 3 ഫാക്ടറുകളെ 180 മിനിറ്റ് നീളുന്ന കീമു പോലൊരു പരീക്ഷയിൽ എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്ന് നിങ്ങൾക്ക് സ്വയം വിശകലനം ചെയ്യാനുള്ള, സ്വയം അനലൈസ് ചെയ്യാനുള്ള അവസരങ്ങളാണ് മോക്ക് ടെസ്റ്റുകൾ. അതുകൊണ്ട് തന്നെ മൊഡ്യൂൾ എക്സാമുകൾക്കും മോക്ക് എക്സാമുകൾക്കും വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് സൈലം കീം ആൻഡ് ഗെയിം 2.0 ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നതിനൊപ്പം തന്നെ ധാരാളം എക്സാമുകൾ എഴുതി നിങ്ങളെ ഫുൾ കോൺഫിഡൻസിൽ കീമിന് പ്രിപ്പയർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. തെറ്റുകൾ പറ്റട്ടെ, ചെറിയ ചെറിയ തെറ്റുകൾ വരുത്തിയും തിരുത്തിയും അതിൽ നിന്ന് പുതിയ അറിവുകൾ കണ്ടെത്തിയും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഇവിടെ വരെ എത്തിയത്. അതുകൊണ്ട് തെറ്റിപ്പോകുമെന്ന് പേടിച്ച് ആരും മോക്ക് എക്സാമുകൾ എഴുതാതിരിക്കരുത്. ഇന്ന് നിങ്ങൾ വരുത്തുന്ന ഓരോ തെറ്റും നാളത്തെ മെയിൻ എക്സാമിലെ നിങ്ങളുടെ ശരികളാണ്. ഓൾ ദി ബെസ്റ്റ്.